തെരഞ്ഞെടുപ്പ് രംഗം ഏതു രീതിയിലാണ് മധ്യകേരളത്തിൽ ചൂടുപിടിക്കുന്നത്? രോഹിണി, വിഷു കഴിഞ്ഞതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരുടെ മണ്ഡല പര്യടനമെല്ലാം പൂർത്തിയാകുമ്പോൾ തന്നെ രണ്ടാം ഘട്ട പര്യടനങ്ങൾ ഇല്ലെങ്കിൽ മൂന്നാം ഘട്ട പര്യടനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ ഇല്ലെങ്കിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരടക്കം ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിന് വരുന്നു. ആ രീതിയിൽ മധ്യ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ പ്രചരണ അതോടൊപ്പം തന്നെ കൊഴുക്കുകയാണ്. ആര് മുന്നിലെത്തും ഇല്ലെങ്കിൽ ആര് രണ്ടാം സ്ഥാനം നേടും, ഇതെല്ലാം വലിയ രീതിയിൽ ഓരോ മേഖലയിലും സാധാരണക്കാർക്കിടയിലും എല്ലാം ചർച്ചയാവുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിൽ നോക്കുമ്പോൾ മുൻപെല്ലാം തന്നെ LDF UDF എന്ന് ചിന്തിച്ചിരുന്നവർ എല്ലാ മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളിൽ ആരെന്ന രീതിയിലേക്ക് മാറ്റി ചിന്തിക്കുന്നു. അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തുന്നു. അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉയരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നണികൾ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള ആവേശമാണ് അണികളിലും അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കളിലും എല്ലാം തന്നെ കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ആത്മവിശ്വാസം സ്ഥാനാർത്ഥികളിലും കാണാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൊഴുപ്പേറിയ ഒരു പ്രചരണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം രോഹിണി.